നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാത്മീകി രാമായണം 24,000 ശ്ലോകങ്ങളാണ്. ഗായത്രി അഥവാ സാവിത്രി മന്ത്രം 24 അക്ഷരങ്ങളാണ്. ആ 24 അക്ഷരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പോലും വാത്മീകി രാമായണവും 24,000 ശ്ലോകങ്ങളായി രചിച്ചത് എന്ന്. ഗായത്രി മന്ത്രം അല്ലെങ്കിൽ സാവിത്രി മന്ത്രത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ്. താൻ ആരാണ് എന്നറിയുക എന്നതാണ്. അപ്പോൾ രാമായണത്തിൻ്റെയും ലക്ഷ്യം അതുതന്നെ ആയിരിക്കണം. ഓരോ രാമായണ മാസ ആചരണത്തിലും രാമായണം നമ്മളോട് പറയുകയാണ്, നീ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ്, ബ്രഹ്മമാണ്. എല്ലാം കേൾക്കുന്നുണ്ട്, ശരിയാ. പക്ഷേ ഒന്നും മനസ്സിനെ അങ്ങോട്ട് ശരിയായിട്ട് സ്വാധീനിക്കുന്നില്ല. എന്താ കാര്യം? രാമരാവണ യുദ്ധമെല്ലാം കഴിഞ്ഞു, രാവണൻ കൊല്ലപ്പെട്ടു. ശ്രീരാമചന്ദ്രപ്രഭു വിഭീഷണനോട് പറഞ്ഞു, മുങ്ങിക്കുളിച്ച് ദിവ്യാംഗരാഗവും ദിവ്യഭൂഷണങ്ങളും അണിഞ്ഞ വൈദേഹിയായ സീതയെ വേഗം ഇവിടെ കൊണ്ടുവരിക. വിഭീഷണൻ തൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീകളിൽ കൂടി വിവരം സീതാദേവിയെ അറിയിച്ചു. സീതാദേവി വിഭീഷണനോട് പറഞ്ഞു, ഈ വേഷത്തിൽ തന്നെ കുളിക്കാതെ കണ്ട് ആര്യപുത്രനെ കാണാനാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, എന്താണോ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞത് അത് അനുസരിക്കൂ. സീതാദേവി മുങ്ങിക്കുളിച്ചു. തരുണികളായ സ്ത്രീകൾ വിശേഷ ആഭരണങ്ങളും വിശിഷ്ടമായ വസ്ത്രങ്ങളുമെല്ലാം ചാർത്തി സീതാദേവിയെ അണിയിച്ചൊരുക്കി ശേഷം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മുമ്പിൽ ആനയിക്കപ്പെട്ടു. ദേവി വസ്ത്രം കൊണ്ട് മുഖം മറച്ചു ഭർത്താവിൻ്റെ അടുത്തു ചെന്ന് ആര്യപുത്ര എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. കാർമേഘം മാറി ചന്ദ്രൻ തെളിഞ്ഞതുപോലെ ആ മുഖം പ്രസന്നമായിരുന്നു. പക്ഷേ ശ്രീരാമചന്ദ്രൻ്റെ ഉള്ളിലെ സന്തോഷവും സങ്കടവും ദേഷ്യവും ആശങ്കയും എല്ലാം കൂടി കലർന്നതായ ഒരു അവസ്ഥയായിരുന്നു. വിനയത്തോട് അടുത്തു നിൽക്കുന്നതായ മൈഥിലിയെ നോക്കി ആ രാമൻ ഹൃദയാന്തർഗതമായ ക്രോധത്തോടെ പറയുകയാണ്, ഭദ്രേ, പോരിൽ ശത്രുവിനെ കൊന്ന് നിന്നെ ഞാൻ വീണ്ടെടുത്തു. പൗരുഷം കൊണ്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു തീർത്തു. ദൈവം വരുത്തിയ വിപത്തിനെ ഞാൻ മാനുഷം കൊണ്ട് മായിച്ചു. ഇതെല്ലാം നമുക്ക് വിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് ശ്രീരാമചന്ദ്രൻ തരുന്നതായ ഒരു പാഠമാണിത്. എന്ത്? ദൈവം വരുത്തിയ വിപത്തിനെ ഞാൻ മാനുഷം കൊണ്ട് മായിച്ചു. എന്നിട്ടു ശ്രീരാമചന്ദ്രൻ പറയുന്ന വാക്കുകളാണ്, ഈ രണപരാക്രമം നിനക്കു വേണ്ടി ചെയ്തതല്ല. പ്രസിദ്ധമായ എൻ്റെ വംശത്തിനു കളങ്കവും ദുഷ്പേരും വരാതിരിക്കാനും ധർമ്മനിഷ്ഠ സർവഥാ പാലിക്കാനും വേണ്ടി ചെയ്തതാണ്. എൻ്റെ മനസ്സിൽ വല്ലവനും അപഹരിച്ചു കൊണ്ടുപോയതായ നിന്നെക്കുറിച്ച് ഒരാസക്തിയുമില്ല. പരഗൃഹത്തിൽ പാർത്തിരുന്ന ഒരു സ്ത്രീയെ പിന്നെയും പ്രേമം നിറഞ്ഞ മനസ്സോട് ഏതു പുരുഷനാണ് പരിഗ്രഹിക്കുക? രാവണന്റെ വീട്ടിൽ താമസിച്ച് വീഴ്ച പറ്റിയതായ അവൻ്റെ ദുഷിച്ച കൺകളാൽ ദർശിക്കപ്പെട്ടവളായ നിന്നെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക? ദിവ്യരൂപയും മനോഹരിയും സ്വഗൃഹത്തിൽ വാഴുന്നവളുമായ നിന്നെ കണ്ടുകൊണ്ട് ഇത്രയും കാലം അവൻ സഹിച്ചിരിക്കുമോ? അതുകൊണ്ട് എനിക്ക് നിന്നിൽ ആസക്തിയില്ല. നീ യഥേഷ്ടം പൊയ്ക്കോളൂ. ലക്ഷ്മണൻ, ഭരതൻ, സുഗ്രീവൻ അല്ലെങ്കിൽ രാക്ഷസരാജനായ വിഭീഷണൻ, ഇവരിൽ ആരിലെങ്കിലും നീ മനസ്സ് വെച്ചോളൂ. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് പോകാം. അപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സീതാദേവി പറയുകയാണ്, മഹാബാഹോ, അങ്ങ് സംശയിക്കുന്നത് പോലെയുള്ളവളല്ല ഞാൻ എൻ്റെ ചാരിത്രത്തെ ചൊല്ലി ശപഥം ചെയ്യുന്നു. ഹീന സ്ത്രീകളുടെ നടപടി കാരണം അങ്ങ് സ്ത്രീജാതിയെ മുഴുവൻ സംശയിക്കുന്നു. എൻ്റെ സ്വാധീനതയിലുള്ള എൻ്റെ ഹൃദയം അങ്ങിൽ ലയിച്ചിരിക്കുന്നു. അശക്തിയായ ഞാൻ ശരീരത്തിൻ്റെ പരാധീനതയിൽ
എന്തു ചെയ്യും? അങ്ങ് എന്നിലെ സ്ത്രീത്വത്തെ മാത്രമാണ് ഓർക്കുന്നത്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തു നിന്ന ലക്ഷ്മണനോട് ചിതയൊരുക്കാൻ വേണ്ടി സീതാദേവി ആവശ്യപ്പെടുകയാണ്. നിസ്സഹായനായ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ആജ്ഞ കിട്ടി, ചിതയൊരുക്കി. അപ്പോൾ ആ വൈദേഹി അധോമുഖനായി നിൽക്കുന്ന ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തു. കത്തുന്ന തീ കരികിലെത്തി ദേവന്മാരെയും ദ്വിജന്മാരെയും വണങ്ങി. എന്നിട്ട് ആ അഗ്നിയുടെ സവിധത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹൃദയം ഒരിക്കലും രാഘവനിൽ നിന്നും അകന്നിട്ടില്ലെങ്കിൽ ലോകസാക്ഷിയായ അഗ്നി എന്നെ സർവ്വവിധത്തിലും സംരക്ഷിക്കട്ടെ. സർവധർമ്മജ്ഞനായ രാഘവനെ ഞാൻ മനസാ വാചാ കർമ്മണ അതിലംഘിച്ചിട്ടില്ലെങ്കിൽ ആദിത്യഭഗവാനും വായുവും ദിക്കുകളും ചന്ദ്രനും പകലും 2 സന്ധ്യകളും രാത്രിയും ഭൂമിയും മറ്റുള്ളവരും ഞാൻ ചാരിത്രവതിയാണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ പാവകൻ എന്നെ പാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്സംഗമായ അന്തരാത്മാവോട് ജ്വലിക്കുന്ന അഗ്നിയിൽ പ്രവേശിച്ചു. അപ്പോൾ സർവദേവതാഗണങ്ങളും ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനുമായ ബ്രഹ്മാവും ഇവരെല്ലാം ഒരുമിച്ച് രാമന്റെ മുന്നിൽ വന്നു. ബ്രഹ്മദേവൻ രാമനോട് ചോദിച്ചു, സർവലോക സ്രഷ്ടാവും ജ്ഞാനിവരനും ശ്രേഷ്ഠനുമായ അങ്ങ് തീയിൽ ചാർന്ന സീതയെ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നത്? അവിടുന്ന് ആരാണ് എന്ന് എന്തുകൊണ്ട് അവിടുന്ന് തിരിച്ചറിയുന്നില്ല? അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നതായ വാക്കാണ് ഏറ്റവും വലിയ പ്രധാനം. ശ്രീരാമചന്ദ്രപ്രഭു പറയുകയാണ്, ദശരഥന്റെ പുത്രനായ രാമൻ എന്ന മനുഷ്യനായാണ് ഞാൻ എന്നെ അറിയുന്നത്. ഞാൻ ആരെന്നും എന്തിനെ എവിടെ നിന്നു വന്നെന്നും ഭഗവാൻ എന്നോട് പറഞ്ഞാലും. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറയുന്നു, ഞാൻ രാമൻ എന്ന മനുഷ്യനാണ്, ദശരഥന്റെ പുത്രനാണ്, അതിൽ കവിഞ്ഞ് എനിക്കൊന്നും അറിയില്ല. നമ്മൾക്കുമെല്ലാം അതുപോലെയല്ലേ? ഞാൻ ഇന്നയാളിൻ്റെ പുത്രനാണ്, മനുഷ്യനാണ്, ഇന്നടത്തെയാണെന്ന് നമുക്കുമെല്ലാം അറിയാം. അതിൽ കവിഞ്ഞൊന്നും നമുക്കും അറിയില്ല. അപ്പോൾ ബ്രഹ്മാവ് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, അവിടുന്ന് നാരായണനാണ്, അവിടുന്ന് തന്നെയാണ് ഈ കാണപ്പെടുന്നതെല്ലാം, അവിടുന്ന് ബ്രഹ്മമാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭു താൻ ആരാണ് എന്ന് തിരിച്ചറിയുന്നു. ശേഷം അഗ്നിഭഗവാൻ സീതാദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് പൊന്തി വന്നു. എന്നിട്ട് പറഞ്ഞു, രാഘവ, വിശുദ്ധ ചിത്തയും നിഷ്പാപയുമായി ഇവളെ സ്വീകരിക്കൂ. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, സത്യസേവിയായ ഞാൻ ത്രിലോകങ്ങളുടെയും വിശ്വാസത്തിനു വേണ്ടിയാണ് ചെന്തിയിൽ ചാടുന്ന സീതയെ പിടിച്ചു നിർത്താതിരുന്നത്. എന്നിട്ട് രഘുവംശജാതനായ ആ രാമൻ പ്രിയയോട് ചേർന്ന് സുഖം നേടി. കഥയിലെ പൊടിപ്പും തൊങ്ങലും ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും ഏതാണ്ട് സമാനമായിരുന്നു. ശ്രീരാമനും പറയുന്നത്, ഞാൻ ദശരഥപുത്രനായ ആ ശ്രീരാമനാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ, മനുഷ്യനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കും എല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ സർവജ്ഞനായിരിക്കുന്ന ബ്രഹ്മാവ് താൻ ആരാണ് എന്ന് ഉപദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഉപദേശം തലയിൽ കയറി താൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു ശ്രീരാമചന്ദ്രൻ. നമ്മളുമെല്ലാം കേൾക്കുന്നുണ്ട്, യാതൊന്ന് കണ്ടോ നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടോ നാരായണ സ്തുതികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സർവം കല്യുതം ബ്രഹ്മ എന്നൊക്കെ നമ്മളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കണക്കിന് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു, നമ്മളൊക്കെ ബ്രഹ്മമാണ്, കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണ്, നമ്മളൊക്കെ നാരായണനാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം എന്താ? ഇവിടെയും രാവണൻ ചത്തതിന് ശേഷമാണ് ഈ ശ്രീരാമചന്ദ്രൻ താൻ ആരാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഉപദേശം ശ്രീരാമചന്ദ്രൻ്റെ തലയിലേക്ക് കയറിയത് എന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ. സർവപ്രാണികളും യാതൊന്നിൽ രമിക്കുന്നോ അതാണ് രാമൻ. സുരനര ഖഗ ഗോ ഭോഗി ഗന്ധർവ ദൈത്യൈ ചിത്രം രമ്യതേതം ത്രിഭുവന വപുഷം വിഷ്ണുമീശം നമാമി.
സുരന്മാരും നരന്മാരും കകങ്ങളും പാമ്പുകളും എന്ന് വേണ്ട സർവ്വജീവജാലവും നാനാവിധമായിരിക്കുന്ന ഭോഗങ്ങളെല്ലാം എന്തിൽ കൂടിയാണോ സാധ്യമാക്കുന്നത് അവനാണ് രാമൻ. ആ രാമൻ സർവ്വപ്രാണികളിലും നിറഞ്ഞിരിക്കുന്നതായ ആത്മസ്വരൂപമാണ്. അതോടൊപ്പം എല്ലാറ്റിനും ഉപരിയായി നിൽക്കുന്നതായ സച്ചിദാനന്ദ സ്വരൂപവുമാണ്. ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന രാമനിലേക്കുള്ളതായ മാർഗമാണ്, അയനമാണ് രാമായണം. അതിനെ ഈ ഉപദേശങ്ങളൊക്കെ തലയിൽ കയറണമെന്നുണ്ടേയെങ്കിൽ നമ്മുടെ ഉള്ളിലെ രാവണനും ചാവണം. ഇപ്പോൾ നമ്മളുടെ അവസ്ഥ ശ്രീരാമചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ ദശരഥപുത്രനായ രാമനാണ്, മനുഷ്യനാണ് എന്ന് അറിയുന്നു. ഈ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അവിടെ രാവണൻ ചത്തിരുന്നു. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മാവിൻ്റെ ഉപദേശം രാമനിൽ സഫലമായി. നമ്മുടെ ഉള്ളിലെ രാവണൻ ചാവാത്ത കാരണം ഈ ഉപദേശങ്ങളൊന്നും നമ്മളിൽ സഫലമാകുന്നില്ല. പക്ഷേ വിഷമിക്കണ്ട, തമ്പുരാൻ കാലക്രമേണ ഈ രാവണനെ കൊന്ന് ഈ ആചരണങ്ങളെല്ലാം സഫലമാക്കി തരും. അത് സാധ്യമാകട്ടെ, അതിനുവേണ്ടിയുള്ളതാകട്ടെ രാമായണ മാസാചരണം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഹരിയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.